സ്വപ്നം കാണുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്തു നടക്കുമെന്ന് ഞാൻ പറഞ്ഞ അതിനെ സ്വീകരിക്കാൻ കഴിയുമോ? ഏതു പ്രവാസത്തിനകത്തു നിന്നെ പിടിച്ചിട്ടാലോ, ഏത് സാഹചര്യത്തിനകത്തു നിന്നെ ചിരിക്കുവാൻ കഴിയാതെ, സന്തോഷിക്കുവാൻ കഴിയാതെ പിശാച് ഒതുക്കിയാലോ, ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അതിനകത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ സ്വപ്നം കാണുന്നത് പോലെ. ഹല്ലേലൂയ. പ്രവാസത്തിൽ ഇരിക്കുമ്പോ സന്തോഷിക്കാൻ പറ്റത്തില്ല, സമാധാനമില്ല, സന്തോഷമില്ല. ഒരുപക്ഷെ നല്ല ഉറക്കം ലഭിക്കുന്നുണ്ടോ അറിയത്തില്ല. നീണ്ട 70 വർഷം ഹല്ലേലൂയ അടിമത്തത്തിൽ കിടക്കുകയാ, അവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുകയാ, സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരാൻ കഴിയുന്നില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രവചന ശബ്ദമായി കൈമാറുന്നു. ചില വർഷങ്ങളായി നിന്റെ വാഗ്ദത്തത്തിനകത്തേക്ക് കാലുവെക്കുവാൻ കഴിയാതെ, ചില വർഷങ്ങളായി നിനക്ക് ഹല്ലേലൂയ ജീവിതത്തിന്റെ നല്ല ഒരു ഹല്ലേലൂയ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ പിശാച് എവിടെയെങ്കിലും നിന്നെ കുടുക്കി വെക്കുന്നുണ്ടെങ്കിൽ, പിശാച് എവിടെയെങ്കിലും നിന്നെ ഹല്ലേലൂയ ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ. അതിനകത്തു നിന്ന് നീ മടങ്ങി വരുന്ന ഒരു സമയമുണ്ട്. അതിനകത്തു നിന്ന് നീ മടങ്ങി വരുന്ന ഒരു സമയമുണ്ട്. സ്വപ്നം കാണുന്നത് പോലെ, ഹല്ലേലൂയ, സ്വപ്നം കാണുന്നത് പോലെ ഹല്ലേലൂയ ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുവരും. 2-ാം വാക്യം എഴുതി വെച്ചിരിക്കുന്നു, അന്നു ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. എങ്ങനെയാ പുറത്തു കൊണ്ടുവരുന്ന സമയം. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, ഹല്ലേലൂയ, ചിരി നഷ്ടപ്പെട്ടോ, സന്തോഷം നഷ്ടപ്പെട്ടോ, ആർപ്പ് നഷ്ടപ്പെട്ടോ, ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടാരത്തിനകത്ത് മടക്കി തരൂ. നിന്റെ തലമുറയെ ഓർത്ത് നീ വിഷമിക്കുന്നുണ്ടോ? നിന്റെ ഭാവിയെ ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടോ? അതിനെ ഓർത്ത് നിനക്ക് ആർക്കുവാൻ കഴിയാതെ, നിനക്ക് ആർപ്പിടുവാൻ കഴിയാതെ, സ്തുതിക്കുവാൻ കഴിയാതെ, ഏതെങ്കിലുമൊക്കെ അടിമ നുകത്വത്തിൽ പിശാച് നിന്നെ കുടുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഇത് പൊട്ടുന്ന ഒരു സമയമുണ്ട്. ഇതിനകത്തുനിന്ന് നീ പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. സ്വപ്നം കാണുന്നത് പോലെ. ഹല്ലേലൂയ. യഹോവ